അടിച്ചമർത്തൽ നടപടി തുടർന്ന ദില്ലി അംബേദ്കർ യൂണിവേഴ്സിറ്റി 5 വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തു. SFI AUD യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെ 2 മലയാളി വിദ്യാർത്ഥികൾക്കും സസ്പെൻഷൻ. ക്യാമ്പസിൽ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് സസ്പെൻഷൻ നടപടി. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, കുറച്ചധികം നാളുകളായി തുടരുന്ന പ്രതിഷേധത്തിന്റെ തുടർച്ചയായുള്ള നടപടിയാണോ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ദില്ലി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലാണ് കൂടുതൽ വിദ്യാർത്ഥികളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി അവിടെ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 5 വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ അംബേദ്കർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിരിക്കുന്നത്. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഈ നിലയിൽ നേരിടാനുള്ള തീരുമാനമാണ് യൂണിവേഴ്സിറ്റി എടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മളത് കണ്ടിരുന്നു. സ്വാതി സന്തോഷുണ്ട്. സ്വാതി പറയൂ. അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രതിഷേധങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ വിലക്കിന് പിന്നാലെ 3 വിദ്യാർത്ഥികളെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ തന്നെയും പോയിരുന്നു. ഇന്ന് വീണ്ടും 5 വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു വിദ്യാർത്ഥിനിയെ റാഗ് ചെയ്തതിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ആ വിഷയം ക്യാമ്പസിൽ ഉയർത്തിയതിന്റെ പേരിലാണ് SFI പ്രവർത്തകരായുള്ള വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്ക് സസ്പെൻഷൻ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അധികൃതർ പുറത്ത് വിട്ടത്. അതിന് പിന്നാലെ വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിൽ തന്നെ നിരാഹാര സമരവും ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ നിരാഹാര സമരത്തിനിടെ ഈ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അധികൃതർ അതിന് തയ്യാറായില്ല. മാത്രമല്ല അവിടെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ഒക്കെ തന്നെയും ക്രൂരമായി മർദ്ദിക്കുന്ന നിലയിലേക്ക് അംബേദ്കർ യൂണിവേഴ്സിറ്റി അധികൃതർ പോയി മെയിൽ ഗാർഡ്സ് അടക്കം വന്നുകൊണ്ട് വിദ്യാർത്ഥിനികളെ തടസ്സപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയത്. എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി അധികൃതർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതിൽ മലയാളി വിദ്യാർത്ഥികൾ അടക്കം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത്. കഴിഞ്ഞ തവണ ഈ ഇലക്ഷൻ നടന്നു. SFI അവിടെ യൂണിയൻ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ യൂണിയനിലെ 2 കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള 5 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്. പൂർണ്ണമായും വിദ്യാർത്ഥി ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഒരു നിലപാടിലേക്ക് യൂണിവേഴ്സിറ്റി അധികൃതർ കുറെ കാലം ഉള്ളിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കാത്ത സാഹചര്യമുണ്ട്. ഗേറ്റുകളെല്ലാം തന്നെ പൂട്ടിക്കൊണ്ട് ഒരു വശത്തെ ഗേറ്റ് മാത്രം ഓപ്പൺ ആയി നിർത്തിക്കൊണ്ട് അതിലൂടെ മാത്രമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് ബാരിക്കേഡുകളടക്കം ക്യാമ്പസിനുള്ളിൽ സ്ഥാപിച്ചുകൊണ്ടുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾ വീണ്ടും ഈ സമരം തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. നിരാഹാര സമരവുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും 5 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുള്ളത്. അസിത. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.